മുത്തശ്ശി റെന്റ് വാങ്ങാൻ വേണ്ടി ഒരു മാർക്കറ്റിലേക്ക് വന്നിട്ട് അവിടെ ഉള്ളവരോടൊക്കെ ദേഷ്യത്തിൽ പെരുമാറാനായിട്ട് തുടങ്ങുകയാണ്. ഒരു കടയിലേക്ക് കയറിയിട്ട് വെയിറ്റിംഗ് മെഷീൻ താഴെ ഇട്ട് പൊട്ടിക്കും. ശരിക്കും ഈ മാർക്കറ്റ് ഈ മുത്തശ്ശീൻ്റെതാണ്. ഈ മുത്തശ്ശീൻ്റെ പ്രവർത്തികളെല്ലാം ഒരാൾ വീഡിയോ എടുത്ത് സോഷ്യൽ മീഡിയയിൽ പോസ്റ്റ് ചെയ്യാണ്. ഈ വീഡിയോ കണ്ട എല്ലാവരും ആ മുത്തശ്ശിക്കെതിരായിട്ട് കമൻസ് ഇടാനായിട്ട് തുടങ്ങുന്നു. അതുപോലെ തന്നെ വേറൊരു വീഡിയോയും സ്പ്രെഡ് ആവാനായിട്ട് തുടങ്ങുകയാണ്. ഈ മുത്തശ്ശി ഒരു കടയിൽ നിന്ന് ഫുഡ് എടുത്തോണ്ട് പോവാണ്. ഇതും പോരാത്തതിന് വേറൊരാളെ രണ്ടുപേര് ചേർന്നിട്ട് എടുത്തോണ്ട് പോകുന്നു. ഈ വീഡിയോക്കൊക്കെ ഭയങ്കര വ്യൂസും കൂടി വൈറലായിക്കൊണ്ടിരിക്കുകയാണ്. ആ വീഡിയോ ഇങ്ങനെ സോഷ്യൽ മീഡിയയിൽ വൈറലായിക്കൊണ്ടിരിക്കുന്നത് ഈ മുത്തശ്ശീൻ്റെ കൂടെയുള്ള ഒരാൾ കാണുന്നു. അത് അയാൾ ആ മുത്തശ്ശീനെ കൊണ്ടുപോയി കാണിച്ചു കൊടുക്കുകയാണ്. മുത്തശ്ശിക്കും ആ വീഡിയോ കണ്ടപ്പോൾ ശരിക്കും ഒന്ന് സങ്കടമാവുന്നു. മുത്തശ്ശി ഒന്നും മിണ്ടാതെ ആ മാർക്കറ്റിൻ്റെ ഉള്ളിലേക്ക് പോവാണ്. അവിടെയുള്ള കടക്കാരും ഈ വീഡിയോ ഒക്കെ കണ്ടിട്ട് സങ്കടത്തിൽ നിൽക്കുകയാണ്. കാരണം എന്താണെന്ന് അറിയണ്ടേ? ഈ മുത്തശ്ശീൻ്റെ ഫുൾ സ്റ്റോറി അറിയാൻ താഴെയുള്ള ലിങ്കിലൊന്ന് ക്ലിക്ക് ചെയ്താൽ മതി. എനിക്ക് ഈ ഒരു മുത്തശ്ശി പാവാണ്. അന്ന് ശരിക്കും സംഭവിച്ചത് എന്താന്ന് വെച്ചാൽ ആ വെയിറ്റിംഗ് മെഷീൻ എടുത്ത് പൊട്ടിച്ചത് ആ ഷോപ്പിലുള്ള ആൾ വെയിറ്റിംഗ് മെഷീൻ വെച്ചിട്ട് കസ്റ്റമറിനെ പറ്റിക്കുന്ന കാര്യം അറിഞ്ഞിട്ടാണ്. അതുപോലെ തന്നെ രണ്ടുപേരും കൂടി ഒരാൾ എടുത്തോണ്ട് പോയില്ലേ, അത് പുള്ളിക്കാരൻ ഫുഡും വെള്ളവും ഒന്നും ഇല്ലാണ്ട് അവിടെ നിന്ന് കച്ചവടം ചെയ്ത് ക്ഷീണിച്ച് അവിടെ മയങ്ങി വീഴാണ്. ആ പുള്ളീനെ വേഗം തന്നെ എടുത്തോണ്ട് പോയിട്ട് ഒരു ഹോസ്പിറ്റലിൽ ഇവർ അഡ്മിറ്റ് ആക്കുന്നുണ്ട്. പിന്നെ വേറൊരു കടയിൽ നിന്ന് ഫുഡ് ഐറ്റംസ് ഒക്കെ എടുത്തോണ്ട് പോയില്ലേ, അത് ആ കടയിലെ സെയിൽസ് കുറവായതുകൊണ്ട് തന്നെ ആ ഫുഡല്ല ഈ മുത്തശ്ശി പൈസ കൊടുത്തിട്ട് അവിടെ അടുത്തുനിന്ന് വാങ്ങുകയാണ്. എന്നാൽ ഇത് വീഡിയോ എടുത്ത ആള് ആ എടുത്തോണ്ട് പോകുന്ന ഭാഗം മാത്രം എടുത്ത് വ്യൂസ് കൂട്ടാനായിട്ട് സോഷ്യൽ മീഡിയയിൽ കൊണ്ടിടുകയാണ്. ഈ മാർക്കറ്റിൽ കച്ചവടം ചെയ്യുന്ന പല ആളുകളും റോഡ് സൈഡിൽ കച്ചവടം ചെയ്തുകൊണ്ടിരുന്നവരാണ്. അവരുടെയൊക്കെ അവസ്ഥ ഉണ്ട് പാവം തോന്നിയിട്ട് അവർക്ക് ഈ കുറഞ്ഞ വിലയ്ക്ക് ഈ മാർക്കറ്റിലെ ഷോപ്പൊക്കെ ഈ മുത്തശ്ശി റെന്റിന് കൊടുക്കുകയാണ്. ഈ കഥകളെല്ലാം ശരിക്കും ആ മാർക്കറ്റിലുള്ളവർക്ക് മാത്രമേ അറിയുള്ളൂ. അതുപോലെ തന്നെ ഈ മുത്തശ്ശി അവരുടെ അടുത്തു നിന്നൊക്കെ കുറച്ച് റെന്റ് മാത്രമേ വാങ്ങുള്ളൂ. ഇതും വാങ്ങിയ പൈസയിൽ നിന്ന് അവരുടെ അവസ്ഥ കണ്ട് മുത്തശ്ശി കുറച്ചങ്ങോട്ട് തിരിച്ചു കൊടുക്കുകയും ചെയ്യും. സോഷ്യൽ മീഡിയയിലൂടെ ഈ മുത്തശ്ശിന്റെ ഒരു സൈഡ് മാത്രമാണ് കാണിച്ചു കൊടുത്തത്. സത്യം അറിയാതെ നമ്മൾ ആരെയും കുറ്റപ്പെടുത്തരുത്. പിന്നെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്ത് ബെൽ ബട്ടൺ ഞെക്കാനും മറക്കല്ലേ. എന്നാലും ഞാനിടുന്ന നല്ല നല്ല കഥകൾ നിങ്ങൾക്ക് കേൾക്കാനായിട്ട് പറ്റുള്ളൂ. അപ്പം അടുത്തൊരു വീഡിയോ ആയിട്ട് കാണുന്നവരെ ബൈ ബൈ.